ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോ നമ്മളൊരു ബേബി ഫ്രോക്ക് ചെയ്തിരുന്നു. അതിൽ സ്ലീവ് ഞാൻ ബലൂൺ സ്ലീവ് ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ബലൂൺ സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഫ് സ്ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പഫ് സ്ലീവ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ബലൂൺ സ്ലീവും ചെയ്യുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുമെന്നേ ഉള്ളൂ. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ 1 ഇഞ്ച് നമ്മുടെ സ്ലീവിൻ്റെ ഒരു എൻഡിൽ നിന്ന് മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ തയ്യൽ തുമ്പാണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ഉടുപ്പിൻ്റെ സൈഡൊക്കെ അടിക്കാൻ നമ്മൾ ഓൾറെഡി തയ്യൽ തുമ്പ് വിട്ടിട്ടൊക്കെയാണല്ലോ കട്ട് ചെയ്യുന്നത്. ആ 1 ഇഞ്ചാണ് ഞാനിപ്പം മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ആ ഷോൾഡറിൻ്റെ തുടക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾ ഈ 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് വരെയുള്ള ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഒരു സ്ലീവിൻ്റെ ഒരു സൈഡാണ് മെഷർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് കിട്ടുന്നത് 4.75 ഇഞ്ചാണ്. ഇനിയാണ് നമ്മൾ സ്ലീവ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിനായിട്ടൊരു പാറ്റേൺ പേപ്പർ എടുത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. നമുക്ക് കിട്ടിയിരുന്ന സ്ലീവിൻ്റെ ലെങ്ത്ത് 4.75 ഇഞ്ചാണ്. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 4.25 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 4.25 ഇഞ്ച് നമ്മൾ പാറ്റേൺ പേപ്പർ ഫോൾഡ് ചെയ്തെടുത്തുനിന്ന് മുകളിലോട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് കിട്ടുന്നത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇങ്ങനെ മാർക്ക് ചെയ്യാൻ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, നമുക്ക് ശരിക്കും കിട്ടിയ സ്ലീവിൻ്റെ ലെങ്ത് 4.75 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മുടെ പാറ്റേൺ പേപ്പർ ഫോൾഡ് ചെയ്തിരിക്കുന്ന ആ കോർണർ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ടേപ്പ് വെച്ചിട്ട് നമ്മളിപ്പോൾ വരച്ച ലൈനുമായിട്ടൊന്ന് ചരിച്ചു വെച്ച് നോക്കുക. എവിടെയാണോ നമുക്ക് ആ 4.75 ഇഞ്ച് കിട്ടുന്നത് ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ചരിച്ച് ലൈൻ വരയ്ക്കുക. അപ്പം ഇതാണ് നമ്മുടെ ആം ഹോൾ ലൈൻ എന്ന് പറയുന്നത്, അതായത് 4.75 ഇഞ്ച്. ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ഞാനൊന്ന് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ടേപ്പ് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് ഞാനൊരു 5.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇത് ബലൂൺ സ്ലീവ് ആണല്ലോ, പിന്നെ 3 to 4 ഇയർ ഓൾഡ് കിഡ്സിൻ്റെ സൈസിലുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു 5.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ലൈൻ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ലൈനിലാണ് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത്. അപ്പോൾ സ്ലീവ് റൗണ്ട് ഞാനൊരു 7 ഇഞ്ച് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 7ൻ്റെ പകുതി എടുക്കുക, അപ്പോൾ 3.5 ഇഞ്ച്. ആ 3.5 ഇഞ്ച് നമ്മൾ വരച്ചിട്ട് ആ ഒരു ലൈൻ ഒന്ന് കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ലൈനാണ് നമ്മുടെ സ്ലീവിൻ്റെ സൈഡ് സീം ലൈനാണ്. അത് ഞാനൊന്ന് കേർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ബേസിക് ഡ്രാഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, സ്ലീവിൻ്റെ ഹെം, ആ ഒരു ഭാഗമാണ് സ്ലീവ് റൗണ്ട് പോർഷൻ. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന ഭാഗം, അതായത് നമ്മുടെ സ്ലീവിൻ്റെ സൈഡ്, അതാണ് സൈഡ് സീം എന്ന് പറയുന്നത്. നമ്മുടെ സ്ലീവിൻ്റെ സൈഡെല്ലാം അടിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അതാണ് ആ ഭാഗം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആം ഹോൾ ലൈൻ ഒന്ന് കേർവ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 1 ഇഞ്ച് നമ്മുടെ ആ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 1 ഇഞ്ച് വരെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ട് അവിടുന്നാണ് നമ്മൾ താഴത്തോട്ട്, അതായത് അവിടുന്ന് നമ്മൾ ആ സെൻറ്റർ പോയിന്റിലോട്ടൊന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അവിടുന്ന് വീണ്ടും താഴത്തോട്ട് കേർവ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിലൊക്കെ നമ്മളൊന്ന് കേർവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ ക്ലിയർ ആവും. ഫോൾഡ് ചെയ്ത് അവിടുന്ന് നമ്മൾ 1 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം വേണം നമ്മളൊന്ന് കേർവ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മുടെ ആം ഹോൾ ലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടോപ്പിൻ്റെ ഒക്കെ സ്ലീവിൻ്റെ ഭാഗം ജോയിൻ ചെയ്യുന്നത് ആ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ബേസിക് സ്ലീവ് ഡ്രാഫ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെയിം സ്ലീവ് വെച്ച് തന്നെ ഞാൻ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ കോട്ടൺ ലൈനിങ് അല്ല, കാരണം ബലൂൺ സ്ലീവിനുള്ളിൽ നമുക്ക് ലൈനിങ് വേണമല്ലോ. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ സ്ലീവിൻ്റെ ഒരു സൈഡ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട്. അപ്പം നമുക്ക് ഡ്രസ്സിൽ നിന്ന് മെഷർ ചെയ്ത് സെയിം വാല്യൂ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്, അതായത് 4.75 ഇഞ്ച്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടെന്ന്. അത് നമ്മൾ ഈ ജസ്റ്റ് ഈ പാറ്റേൺ വെച്ച് അങ്ങ് ട്രേസ് ചെയ്തെടുക്കുകയാണ്. അതിനോടൊപ്പം നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൊടുത്താണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ബലൂൺ സ്ലീവ് ചെയ്യാനായിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിന് ഇതേപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുക.
ഇനി എന്താ ചെയ്യേണ്ടത്? ആ ഫാബ്രിക്കിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ഒരു 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സ്ലീവിൻ്റെ താഴെ ഒന്നെങ്കിൽ മടക്കി അടിക്കാനും അല്ലെങ്കിൽ നമ്മൾ ലൈനിങ് തയ്ച്ചെടുക്കാനും ഒക്കെ തയ്യൽ തുമ്പ് വിടുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ് ഞാനിപ്പം മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അതായത് ഒരു 1/2 ഇഞ്ച് താഴെ നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ബേസ് ലൈൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. ഇനി നമ്മൾ ഒരു 14 ഇഞ്ച് ഫോൾഡ് ചെയ്ത് അവിടുന്ന് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് എത്രത്തോളം ഗ്യാദേഴ്സ് വേണം അല്ലെങ്കിൽ എത്രത്തോളം പ്ലീറ്റ്സ് വേണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒത്തിരി പ്ലീറ്റ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂട്ടി കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് കുറച്ച് പ്ലീറ്റ് മതിയെങ്കിൽ അതിനനുസരിച്ച് വാല്യൂ കുറച്ച് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 14 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവിൻ്റെ പാറ്റേൺ എടുക്കുക. അത് നമ്മളിപ്പോൾ ഈ മാറ്റി മാർക്ക് ചെയ്ത ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, അവിടെ കൊണ്ട് ഫിക്സ് ചെയ്ത് വെക്കുക. സ്ലീവിൻ്റെ പാറ്റേൺ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് സ്ലീവിൻ്റെ ആ ഒരു മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടിയത് 5.5 ഇഞ്ചാണല്ലോ ഞാൻ കൊടുത്തത്. ആ 5.5 ഇഞ്ച് തന്നെ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ആ സ്ലീവിൻ്റെ ബോർഡേഴ്സ് എല്ലാം ഒന്ന് വരച്ചെടുക്കുകയാണ്. നമ്മൾ ഈ തുണിയിലോട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളിത് പഫ് സ്ലീവ് അല്ലല്ലോ ചെയ്യുന്നത്, ബലൂൺ സ്ലീവ് അല്ലേ. അപ്പം നമ്മൾ ഇപ്പോൾ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന് മുകളിലോട്ട് ഞാനൊരു 3 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബലൂൺ സ്ലീവ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നല്ല വീർത്തായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ ഷോൾഡറിൻ്റെ അവിടേക്ക് ഇങ്ങനെ നല്ല പൊങ്ങിയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പൊക്കലിനാണ് നമ്മൾ ഈ വാല്യൂ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ക്യാപ്പ് ഹൈറ്റിൻ്റെ ആ ഒരു ഭാഗം. അപ്പം നമ്മളത് എത്രത്തോളം പൊങ്ങണം എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ഫാബ്രിക്കിനെ അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഓർഗാൻസ അല്ലെങ്കിൽ സ്റ്റിഫായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്സ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന 3 ഇഞ്ചൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ കൊടുത്താലും നല്ല പൊങ്ങി തന്നെ ഇരിക്കും. കാരണം അത് നല്ല കട്ടിയായിട്ട് നല്ല സ്റ്റിഫായിട്ടിരിക്കും. അതേസമയം ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ അധികം കട്ടി കുറഞ്ഞ തുണിയാണ്. അപ്പം നമ്മൾ ആ ഒരു 3 ഇഞ്ച് കൊടുത്താലും അങ്ങനെ മുകളിൽ അങ്ങനെ പൊങ്ങി നിൽക്കത്തില്ല. പക്ഷെ അതിന് പകരം താഴത്തോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കും. അപ്പം അതിനും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം നമ്മൾ ഏത് തുണിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. അപ്പം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് ഞാനിപ്പോൾ നമ്മുടെ മെയിൻ സ്ലീവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ മെയിൻ സ്ലീവ് പാറ്റേണിൻ്റെ ആ കുഴിവുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടുന്നേ ഞാൻ ആ ഒരു 3 ഇഞ്ചിലോട്ട് ഇങ്ങനെ സ്ലീവിൻ്റെ അതേ ഷേപ്പിലൊന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യൽ തുമ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ സൈഡിൽ ഞാൻ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. താഴെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 1/2 ഇഞ്ച്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ആം ഹോൾ വരുന്ന ഭാഗത്ത്, അതായത് ഈ ഒരു പോർഷൻ, ഇവിടെയും നമ്മൾ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ കട്ടിയുള്ള തുണികൾ, അത് ഞാൻ പറഞ്ഞ് മനസ്സിലായിരുന്നു. നമ്മൾ ഓർഗാൻസ പോലുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 4 ഇഞ്ചൊക്കെ കൊടുത്താൽ ആ മുകൾ ഭാഗത്ത്, അതായത് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നല്ല വീർത്ത് തന്നെ ഇരിക്കും, നല്ല ഉരുണ്ട് ബോൾ പോലെ തന്നെ ഇരിക്കും. അതേസമയം ഇതിങ്ങനെ കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ അങ്ങനെ ബോൾ പോലെ ഇരിക്കുന്നതിന് പകരം താഴത്തോട്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കും. അപ്പോൾ രണ്ടിനും രണ്ട് ഭംഗിയാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ തുണി സെലക്ട് ചെയ്യുക. ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഗ്യാദേഴ്സ് ഇടുന്നത്. അപ്പോൾ ഗ്യാദേഴ്സ് ഇടാനായിട്ട് നമ്മൾ ഓൾറെഡി സൈഡിൽ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിരുന്നു. അവിടുന്ന് വീണ്ടും ഒരു 1/2 ഇഞ്ച് ഞാൻ മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റിലാണ് ഞാൻ ചെറിയൊരു നോച്ച് കൊടുക്കുന്നത് കേട്ടോ. അതായത് ആ നോച്ച് വരെയാണ് നമ്മൾ ഗ്യാദർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു 1.5 ഇഞ്ചിൽ നമ്മൾ ഗ്യാദർ ചെയ്യത്തില്ല. അപ്പം നമുക്ക് സൈഡൊക്കെ അടിക്കുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ നീക്കി മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ കട്ടെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് സ്ലീവിൻ്റെ ആ ഒരു മുകൾ ഭാഗം, അതായത് ഒരു ആം ഹോൾ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മളൊന്ന് ലൂസ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഞാൻ പ്ലീറ്റ് അല്ല ചെയ്യുന്നത്, ഗ്യാദേഴ്സ് ആണ്. അപ്പോൾ ഗ്യാദേഴ്സ് ആകുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ ഈക്വലായിട്ട് ഗ്യാദേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ത്രെഡ് പുള്ളി ചെയ്തിട്ട് നമ്മൾ
സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു കട്ട് കൊടുത്തല്ലോ, അവിടം വരെ നമ്മൾ ചുരുക്കി ചുരുക്കി ഒരു സൈഡ് ചുരുക്കി ചുരുക്കി എടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ആ സെൻറ്റർ കട്ട് കൊടുത്തിരിക്കുന്ന അവിടം വരെ ചുരുക്കി ചുരുക്കി എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഒരേപോലെ നമുക്ക് നല്ല ഗ്യാദേഴ്സ് ആയിട്ട് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഈക്വലി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് നമ്മുടെ ഒറിജിനൽ സ്ലീവ് ഞാൻ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുമായിട്ട് ഞാനൊന്ന് വെച്ച് നോക്കുകയാണ്. അതായത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാനൊന്ന് വെച്ച് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്യാദേഴ്സ് കൊടുത്ത ഭാഗത്തിന് പുറത്തുകൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് പറ്റും, ആ ഒരു ഗ്യാദേഴ്സ് വിട്ടുപോകും. അതുപോലെ തന്നെ ഞാൻ സ്ലീവിൻ്റെ താഴെയും ഞാൻ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ ഇതേപോലെ ത്രെഡ് പുള്ളി ചെയ്തിട്ടൊന്ന് ചുരുക്കി ചുരുക്കി എടുക്കുക. അപ്പം നമ്മൾ മുകളിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് താഴെയും ഞാൻ സെൻറ്റർ കട്ട് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റർ കട്ട് വരെ ഒരു സൈഡ് നമ്മൾ ചുരുക്കി ചുരുക്കി എടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചുരുക്കി ചുരുക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ഒറിജിനൽ സ്ലീവ് പാറ്റേൺ ഉണ്ടല്ലോ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അത് വെച്ച് നമ്മൾ നോക്കുക അതുമായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഗ്യാദേഴ്സ് ഇടുവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. മറിച്ച് പ്ലീറ്റിങ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ പാടായിരിക്കും, ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് പോയല്ലോ. ഇതാകുമ്പോൾ ത്രെഡ് പുള്ളി ചെയ്ത് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് ആക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്യാദേഴ്സ് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ ലൈനിങ്ങുമായിട്ട് വെച്ച് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഡിസ്റ്റൻസിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ആ ഒരു ലൈനിങ്ങുമായിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുക. അതായത് സ്ലീവിൻ്റെ താഴ്ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. നല്ല വശം ഉള്ളിലാക്കിയിട്ടാണ് അതിന് പുറത്ത് നമ്മൾ ലൈനിങ് വെച്ചാണ് തയ്ച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്യാദേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിരിക്കും സ്ലീവിൻ്റെ താഴെ അല്ലേ. അപ്പം നമ്മൾക്കൊന്ന് പതിച്ചടിക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളൊന്ന് ലൈനിങ്ങും ആ ഒരു തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബലൂൺ സ്ലീവ് കിട്ടുന്നത് കേട്ടോ. ഇനി ഈ സ്ലീവ് നമ്മൾ നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ള എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ സ്ക്രീനിന് മുകളിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കത് കാണുന്നെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.